ഹായ് മക്കളെ. അപ്പൊ ടീച്ചർ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് നമ്മൾ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ബഹു ദിനോം കെ ബാദ് ആ ഒരു ചാപ്റ്ററിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിൽ ആ ഒരു കുഞ്ഞു ചാപ്റ്റർ ആണല്ലേ, ചെറിയൊരു കവിത മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് പഠിക്കാനായിട്ട് കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു 6 മാർക്കിന് വരെ നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ബഹൂത് ദിനോം കെ ബാദ് അർത്ഥം എന്താണ്? ബഹൂത് ഒരുപാട്, ദിനോം കെ ബാദ് ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കവിയായ നാഗാർജുനാണ് ഈ ഒരു കവിത എഴുതിയത്. അദ്ദേഹം ഈ ബഹൂത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലോട്ട് വരികയാണ്. അദ്ദേഹം പുറത്തായിരുന്നു. അപ്പൊ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലോട്ട് വന്ന അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ സന്തോഷമാണ് ഈ ഒരു ചെറിയ കവിതയില് അദ്ദേഹം എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കവിത നോക്കാം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പിക്ചറിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് ആ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ആ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ടീച്ചർ ഓരോ സ്റ്റാൻസ് ആയിട്ടും പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ബഹൂത് ദിനോം കെ ബാദ്, ബഹൂത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ്കി മേംനെ, അബ്കി അബ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ, മേംനെ ഞാൻ, ജി ബർ ദേഖി, ജി ബർ ദേഖി മനസ്സ് നിറയെ, ദേഖി കണ്ടു, എന്താ കണ്ടേ? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, ഫസൽ എന്ന് വെച്ചാൽ എന്താ? നല്ല വിളകളാണല്ലേ. അപ്പോ പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ എന്ന് വെച്ചാല് വിളഞ്ഞു നിൽക്കുന്ന നല്ല സുവർണ നിറമുള്ള ആ വിളകളുടെ പുഞ്ചിരി. മുസ്കാൻ എന്താ? പുഞ്ചിരി. ബഹൂത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ്കി മേനെ ജി ബർ ദേഖി ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ കണ്ടു. ഒരുപാട് നാൾക്ക് ശേഷം വിളഞ്ഞു നിൽക്കുന്ന, നമ്മൾ ഗ്രാമത്തിലാണല്ലോ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. അപ്പൊ ആ ഒരു കാഴ്ച, വിളഞ്ഞു നിൽക്കുന്ന വിളകളുടെ പുഞ്ചിരി ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ കണ്ടു. അതാണ് ആദ്യത്തെ സ്റ്റാൻസ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. ബഹൂത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ്കി മേം ഇപ്പോൾ ഞാൻ, അബ്കി മേം ഇപ്പോൾ ഞാൻ, ജി ബർ സുൻപായ മനസ്സ് നിറയെ, സുൻപായ കേട്ടു, എന്താ കേട്ടത്? ദാൻ കൂട്ടി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. അതിന്റെ അർത്ഥം എന്താ? ദാൻ കൂട്ടി എന്താ? ഈ നെല്ല് കുത്തുന്ന, അല്ലെങ്കിൽ നെല്ല് കുത്തുന്ന ആരുടെ? കിഷോരിയോം കി ബാലികമാർ, അല്ലെങ്കിൽ ആരാണ്? നല്ല എന്താ പറയാ, സ്ത്രീകളില്ലേ, പെൺകുട്ടികളുടെ. കിഷോരിയോം കി കോകിൽ കണ്ടി താൻ എന്ന് വെച്ചാൽ എന്താ? മനോഹരമായ പാട്ട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സുൻപായ, സുൻപായ എന്താ? കേട്ടു. അപ്പൊ ഈ പാട്ടുകളെല്ലാം, ഈ നെല്ലൊക്കെ കുത്തുന്നത് എവിടെയായിരിക്കും? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലായിരിക്കില്ലേ? അതൊരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി എന്ത് ചെയ്തു? കേട്ടു. അപ്പൊ ഇവിടെ എന്താ? ദേഖി കണ്ടു എന്നാണ് പറഞ്ഞേ. രണ്ടാമത്തെ സ്റ്റാൻസയില് കേട്ടു. ഇനി മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. ബഹൂത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ്കി മേംനെ ജി ബർ സൂഖേ, അബ്കി ഇപ്പോൾ, മേംനെ ഞാൻ, ജീബർ മനസ്സ് നിറയെ, സൂഖേ സൂഖേ എന്ന് വെച്ചാൽ എന്താ? മണത്തു, എന്താ മണത്തത്? മൗൽസിരി കെ ഠേർ ഠേർ സേ താസേ ടട്കെ ഫൂൽ. ഈ മൗൽസിരി കെ ഫൂൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഇലഞ്ഞിപ്പൂക്കളില്ലേ, നമുക്കറിയാതൊക്കെ ഗ്രാമത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ഇലഞ്ഞിപ്പൂക്കളുടെ മണം, നല്ല പുതുമയാർന്ന മണം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു? സൂഖേ മണത്തു എന്നാണ് അടുത്ത സ്റ്റാൻസയിൽ പറഞ്ഞേ. അപ്പൊ നിങ്ങള് ടീച്ചർ ഈ പറഞ്ഞ 3 സ്റ്റാൻസയിലെ പ്രത്യേകത നോക്കി. ആദ്യത്തെ വരിയില് ദേഖി കണ്ടു, രണ്ടാമത്തെ സ്റ്റാൻസയില് സുൻപായ കേട്ടു, മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്താ? സൂഖേ മണത്തു, എന്താ മണത്തെ? ഇലഞ്ഞിപ്പൂക്കളുടെ, വിളഞ്ഞു നിൽക്കുന്ന പുതുമയാർന്ന, നല്ല പുതുമയാർന്ന മണം. എന്തിന്റെ? ഇലഞ്ഞിപ്പൂക്കളുടെ പുതുമയാർന്ന മണം ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ മണത്തു. അതാണ് മൂന്നാമത്തെ സ്റ്റാൻസ. ഇനി നാലാമത്തെ സ്റ്റാൻസ് നോക്കിയാലോ. ബഹൂത് ദിനോം കെ ബാദ് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, അബ്കി മേം ഇപ്പോൾ ഞാൻ, അബ്കി മേം ഇപ്പോൾ ഞാൻ, ജീബർ ചൂപ്പായ, ജീബർ മനസ്സ് നിറയെ, ചൂപ്പായ തൊട്ടറിഞ്ഞു, അല്ലെങ്കിൽ സ്പർശിച്ചറിഞ്ഞു എന്ന് പറയില്ലേ. ഞാൻ തൊട്ടറിഞ്ഞു, എന്താ തൊട്ടറിഞ്ഞേ? അപ്നെ ഗവൈ പഗഡണ്ഡി കി ചന്ദൻ വർണ്ണി ധൂൾ,
അപ്പനെ തന്റെ, ഗാവ് എന്താ ഗ്രാമം അല്ലേ, അപ്പൊ ഗവയി ഗവയി എന്ന് വെച്ചാൽ എന്താ, തന്റെ ഗ്രാമത്തിലെ പകിടണ്ടിക്ക്, പകിടണ്ടി എന്ന് വെച്ചാൽ ഒറ്റയടിപ്പാതയാണ് കേട്ടാ, ഒറ്റയടിപ്പാതയിലെ ചന്ദൻ വർണ്ണീദൂൽ, ചന്ദന നിറമുള്ള മണ്ണ് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തൊട്ടറിഞ്ഞു. അതാണ് ചൂപ്പായ, ഞാൻ തൊട്ടറിഞ്ഞു. ഒരുപാട് നാൾക്ക് ശേഷം എൻ്റെ ഗ്രാമത്തിലുള്ള ഒറ്റയടിപ്പാത, നമ്മള് പാടത്തൊക്കെ പോകുമ്പോൾ കാണില്ലേ, ഒരു വഴി കാണില്ലേ, ഇവിടെ മൊത്തം എന്തായിരിക്കും, മണ്ണുണ്ടാവും, പിന്നെ അവിടെ നടുക്ക് കൂടെ ഒരു വഴി കൂണുണ്ടാവും. അപ്പൊ ആ വഴിയിൽ ഒറ്റയടിപ്പാതയിലെ ആ ചന്ദൻ വർണ്ണി എന്താ പറഞ്ഞേ, ധൂൽ എന്നാണ് പറഞ്ഞത്, ചന്ദന നിറമുള്ള ആ ഒരു മണ്ണ് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തൊട്ടറിഞ്ഞു. അത് കവിക്ക് പുറം നാടുകളിലൊക്കെ പോയാൽ അനുഭവിച്ചറിയാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ ഗ്രാമത്തിൽ മാത്രം കാണുന്ന കാഴ്ചയാണ്. അപ്പൊ അത് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ തൊട്ടറിഞ്ഞു, ചൂപ്പായ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ് കി മേംനെ, ഇപ്പോൾ ഞാൻ. ജീബർ, മനസ്സ് നിറയെ. താൽ മഖാന ഗായ, താൽ മഖാന ഗായ, ഗായ എന്താ, കഴിച്ചു. എന്താ കഴിച്ചേ? താൽ മഖാന ഗായ, ഔഷധ സസ്യം ഗായ, കഴിച്ചു. പിന്നെന്താ, ഒരു വരി കൂടി പറയുന്നുണ്ട് അല്ലേ, ഗന്നെ ചൂസേ ജീബർ, മനസ്സ് നിറയെ ഞാൻ എന്ത് കുടിച്ചു, ഗന്നെ ചൂസേ, കരിമ്പിന്റെ നീര് ഞാൻ കുടിച്ചു അല്ലെങ്കിൽ നുകർന്നു. ബഹൂദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ, ബഹൂദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ് കി മേംനെ, ഇപ്പോൾ ഞാൻ. ജീബർ, മനസ്സ് നിറയെ. താൽ മഖാന ഗായ, എന്താ കഴിച്ചേ, ഔഷധ സസ്യം കഴിച്ചു. പിന്നെന്താ, ഗന്നെ ചൂസേ ജീബർ, മനസ്സ് നിറയെ എന്ത് കുടിച്ചു, കരിമ്പിന്റെ നീര് ഞാൻ കുടിച്ചു. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വരികയാണ് കേട്ടോ. ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ് കി മേനെ ജീബർ ഭോഗേ, ഇപ്പോൾ ഞാൻ. ജീബർ, മനസ്സ് നിറയെ. ഭോഗേ, എന്താ, അനുഭവിച്ചറിഞ്ഞു. എന്തൊക്കെയാണ് കവി, ഒരുപാട് നാൾക്ക് ശേഷമാണ് അല്ലേ, ഇത്രയും നാൾ കവി ഗ്രാമത്തിലായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പൊ തന്റെ ഗ്രാമത്തിലോട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കവി ഭോഗേ, അനുഭവിച്ചറിഞ്ഞു. അതെന്തെല്ലാം കാര്യങ്ങളാണെന്നാണ് ലാസ്റ്റ് ആ സ്റ്റാൻസയിൽ പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഗന്ധ്, ഗന്ധ എന്താ, മണം. രൂപ്, രൂപം. രസ്, രസം. ശബ്ദ്, ശബ്ദം. സ്പർശ്, സ്പർശം എന്താ, സ്പർശം. ഇതെല്ലാം കവി അനുഭവിച്ചറിഞ്ഞു. സബ് സാത്ത്, എല്ലാം ഒരുമിച്ച് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇസ് ഭൂ പർ, ഭൂ എന്ന് വെച്ചാൽ ഭുവൻ എന്ന് പറയില്ലേ, ഭൂ എന്ന് വെച്ചാൽ ഈ ഭൂമി, ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുമിച്ച് അനുഭവിച്ചറിഞ്ഞു. എപ്പോഴാണ് അനുഭവിച്ചറിഞ്ഞേ? ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് നാൾക്ക് ശേഷം കവിയുടെ നാട്ടിലോട്ട് വരികയാണ്, ഗ്രാമത്തിലോട്ട് വരികയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കവി അനുഭവിച്ചറിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടാ. ഇനി നമുക്ക് ഇതിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതും കൂടി പഠിച്ചു പോയാൽ മക്കൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് ഈ ഒരു ചാപ്റ്ററിന്റെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് നാൾക്ക് ശേഷം എന്നുള്ള ആ ഒരു കവിത. കിസ്കി കവിത ഹേ, ആരുടെ കവിതയാണെന്നാണ് ചോദിച്ചേക്കുന്നേ. ആരുടെ കവിതയാണ്? നാഗാർജുൻ. നാഗാർജുൻ എഴുതിയ ഒരു കവിതയാണ്. ഓക്കെ, നാഗാർജുന്റെ ഒരു കവിതയാണ്. ബഹൂത് ദിനോം കെ ബാദ് കവിനെ ജീബർ ക്യാ ദേഖി, പെട്ടെന്ന് പറയാൻ പറ്റില്ലേ? എന്താ, ഒരുപാട് നാൾക്ക് ശേഷം കവി എന്താണ് മനസ്സ് നിറയെ ദേഖി, കണ്ടത്? എന്താ കണ്ടേ? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, വിളഞ്ഞു നിൽക്കുന്ന വിളകളുടെ പുഞ്ചിരിയാണ് ഒരുപാട് നാൾക്ക് ശേഷം കവി കണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബഹൂത് ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവിനെ ക്യാ സുൻ പായാ, കവി എന്താണ് കേട്ടത്? കവി എന്താ കേട്ടെ? ദാൻ കൂട്ടി കിഷോരിയോം കി ആവാസ്, നെല്ലുകുത്തുന്ന ആ ഒരു ബാലികമാരുടെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടികളുടെ നല്ല മനോഹരമായ പാട്ടാണ് ഒരുപാട് നാൾക്ക് ശേഷം കവി കേട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ബഹൂത് ദിനോം കെ ബാദ് കവി ക്യാ സൂഖേ, ഒരുപാട് നാൾക്ക് ശേഷം കവി എന്താണ് മണത്തത്? എന്താ മണത്തേ? മൗസീരി കെ താസേ ഫൂൽ, ഇലഞ്ഞിപ്പൂക്കളുടെ പുതുമയാർന്ന മണമാണ് ഒരുപാട് നാൾക്ക് ശേഷം കവി മണത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവി ക്യാ ചുപായ, കവി എന്താണ് സ്പർശിച്ചത് അല്ലെങ്കിൽ കവി എന്താണ് തൊട്ടറിഞ്ഞത്? ഗംവയി പകിടണ്ടി കി ചന്ദൻ വർണ്ണി ധൂൽ, ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലെ ചന്ദന നിറമുള്ള
ആ ഒരു മണ്ണാണ് കവി ഒരുപാട് നാൾക്ക് ശേഷം തൊട്ടറിഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവി ബഹു ദിനോം കെ ബാദ്, കവി ഒരുപാട് നാൾക്ക് ശേഷം ക്യാ ഗായ ഓർ ക്യാ ചൂസേ, എന്താണ് കഴിച്ചത്, എന്താണ് നുകർന്നത്? ഉത്തരം എന്താ? താൽമഖാന ഗായ, ഔഷധ സസ്യാണ് കഴിച്ചത്. ഓർ ഗന്നെ ചൂസേ, കരിമ്പ് നീരാണ് നുകർന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ഇതിന് ചോദിക്കണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. ഇനി ഒരു 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, പെട്ടെന്ന് ഒന്ന് നോക്കിയേ. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവിനെ ക്യാ ജി ഭർ ഭോഗേ, കവി എന്താണ് മനസ്സ് നിറയെ അനുഭവിച്ചറിഞ്ഞത്? കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ചാൻസിൽ പറഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു? ഗന്ധ് ഗന്ധം, രൂപ് രൂപം, രസ് രസം, ശബ്ദ് ശബ്ദം, സ്പർശനം. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ ആ സെൻസിൽ പറഞ്ഞേ? അതെല്ലാം കൂടിയാണ് കവി അനുഭവിച്ചറിഞ്ഞത്. അപ്പൊ അതെല്ലാം ഇവിടെ കിട്ടും. ഇനി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് നോക്കിയേ. സുൻഹലി ഫസൽ, ഇവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്, സുൻഹലി ഫസൽ. ക്വസ്റ്റ്യൻ എന്താ? ഇസ്മേ വിശേഷൺ ശബ്ദ കോൺസാ ഹേ, ഇതിൽ വിശേഷൺ ശബ്ദം ഏതായിരിക്കും? സുൻഹലി ആയിരിക്കോ ഫസൽ ആയിരിക്കോ? ഏതായിരിക്കും വിശേഷൺ ശബ്ദ? സുൻഹലി അല്ലേ? സ്വർണ്ണ നിറമുള്ള ആ ഒരു ഫസൽ, വിള എന്നാ നമ്മൾ പറയാ അല്ലേ? അപ്പൊ വിളകൾ എന്നാണ് പറയാ ഫസലോ എന്ന് പറയുമ്പോ. അപ്പോ നമ്മൾ ഒരു വേർഡിനെ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാണ് ലാൽ ഫൂൽ, ചുവന്ന പൂ, അതിൽ വിശേഷൺ ശബ്ദം ഏതാണ്? ചുവന്ന. ഓക്കെ, എന്തിനെങ്കിലും വിശേഷിപ്പിച്ച് പറയണതാണ് വിശേഷൺ ശബ്ദം. അപ്പൊ ഇവിടെ വിശേഷൺ ശബ്ദം ഏതാ? സുൻഹലി ആണ് വിശേഷൺ ശബ്ദമായിട്ട് വരും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും പഠിക്കണം, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന് എക്സാമിന് ചോദിക്കുക? 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം നമുക്ക്. കവിത കാ ആശയ ലിഖേ, കവിതയുടെ ആശയം എഴുതാനാണ് ക്വസ്റ്റ്യൻ. വരികൾ തന്നിട്ട് 4 മാർക്കിന് ആശയം എഴുതാൻ ചോദിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് നാൾക്ക് ശേഷം എന്നുള്ളൊരു കവിത ഉണ്ടല്ലോ. നാഗാർജുൻ കി കവിത ഹേ, ആരുടെ കവിതയാണ്? നാഗാർജുന്റെ ഒരു കവിതയാണ്. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് നാൾക്ക് ശേഷം. അപ്നെ ഗാവ് മേം ആയേ, തന്റെ ഗ്രാമത്തിലോട്ട് വന്ന്. കവി കെ മൻ കാ, കവിയുടെ മനസ്സിലെ. ആനന്ദ്, സന്തോഷമാണ്. യഹാം ചിത്രൺ കിയാ ഹേ, ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരി നമ്മൾ എഴുതി കൊടുത്തു. രണ്ടാമത്തെ സ്റ്റാൻസ് നോക്കാം, രണ്ടാമത്തെ ആ ഒരു പാരഗ്രാഫ് നോക്കാം. കവി കൗത്തേ ഹേ കി, കവി പറയുന്നത് ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, വിളഞ്ഞു നിൽക്കുന്ന വിളകളുടെ പുഞ്ചിരി. അബ് ഉനോനെ മൻ ഭർ ദേഖി, ഇപ്പോ അദ്ദേഹം മനസ്സ് നിറയെ ദേഖി, കണ്ടു. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഉൻകോ ദാൻ കൂട്ടി കിഷോരിയോം കി സുൻഹലി ആവാസ്, എന്താണ് ഓരോന്ന് നമുക്ക് അർത്ഥം പറഞ്ഞു പോവാലോ. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് എന്ത് കേൾക്കാനുള്ള അവസരം കിട്ടി? ദാൻ കൂട്ടി, നെല്ല് കുത്തുന്ന. കിഷോരിയോം കി, പെൺകുട്ടികളുടെ. സുൻഹലി ആവാസ്, നല്ല മനോഹരമായ പാട്ട്. നമ്മൾ അവിടെ പറഞ്ഞത് എന്താണ്? കോകിൽ കണ്ടി ചാണെന്നാണല്ലേ പറഞ്ഞേ? നല്ല മനോഹരമായ പാട്ട്. നമുക്ക് സുൻഹലിക്ക് പകരം വേണമെങ്കിൽ എന്ത് ചേർക്കാം? സുന്ദർ. സുന്ദർ നമുക്ക് ചേർത്ത് കൊടുക്കാം. സുന്ദർ, മനോഹരമായ. ആവാസ്, ശബ്ദം. അബ് മൻ ഭർ സുൻ പായ, ഇപ്പോ മനസ്സ് നിറയെ. സുൻ പായ, കേട്ടു. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കവിനെ, നമ്മളുടെ കവി. അബ്, ഇപ്പോൾ. മൻ ഭർ മൗസിരി കെ താസേ ഫൂൽ സൂഖേ, ഇലഞ്ഞിപ്പൂക്കളുടെ നല്ല പുതുമയാർന്ന എന്ത് മണം അല്ലെ? താസേ ഫൂൽ, നല്ല പൂക്കളുടെ പുതുമയാർന്ന മണം. സൂഖേ, മണത്തു. നെക്സ്റ്റ് എന്താ? ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. കവി അബ്, കവി ഇപ്പോൾ. അപ്നെ ഗാവ് കെ, തന്റെ ഗ്രാമത്തിലെ. രാസ്തേ കെ, വഴിയിലെ. ചന്ദൻ വർണ്ണി ധൂൽ, ചന്ദൻ വർണ്ണി ധൂൽ എന്താ? ചന്ദന നിറമുള്ള ആ ഒരു മണ്ണ്. ജീ ഭർ ചൂപ്പായ, മനസ്സ് നിറയെ. ചൂപ്പായ, തൊട്ടറിഞ്ഞു. ബഹു ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ് കവി, ഇപ്പോൾ കവി. ജീ ഭർ താൽ മഖാന ഗായ, മനസ്സ് നിറയെ എന്ത് കഴിച്ചു? ഔഷധ സസ്യം. താൽ മഖാന ഗായ, കഴിച്ചു. ഓർ ഗന്നെ ചൂസേ, കരിമ്പ് നീര് കുടിച്ചു. ഗന്നെ ചൂസേ, കരിമ്പ് നീര് കുടിച്ചു.
ബഹൂത് ദിനോം കി ബാത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഉനോനെ അബ് ഇപ്പോൾ അദ്ദേഹം ജീബർ മനസ്സു നിറയെ ഇസ് ഭൂപർ ഈ ഭൂമിയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഗന്ധ് ഗന്ധം രൂപ് രൂപം രസ് രസം ശബ്ദ ശബ്ദം സ്പർശ് സ്പർശനം സാത് സാത് എല്ലാം ഒരുമിച്ച് ഭോഗേ അനുഭവിച്ചറിഞ്ഞു നമ്മളുടെ കവി. ഇനി ലാസ്റ്റ് നമുക്കൊരു എൻഡിങ് വേണം. എന്താണ് എൻഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നേ? ഇസ് കവിതാമേം ഈ കവിതയില് പ്രകൃതി കി ചീസോം സേ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്ന് ഹമേ മിൽത്തേ നമുക്ക് ലഭിക്കുന്ന ആനന്ദ കാ ചിത്രൺ ആ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ചിത്രീകരണം സരൽ ശബ്ദവും മേം കിയാ ഹേ വളരെ സിമ്പിൾ വേർഡ്സിലാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയും കൂടി പറഞ്ഞ് ഈ ഒരു കവിതയുടെ ആശയം നമുക്ക് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 4 മാർക്ക് എന്തായാലും ഷുവർ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതും കൂടി മക്കൾ എന്ത് ചെയ്യാ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്. എല്ലാവരും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പഠിക്കുക. ഉറപ്പായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഉത്തരം നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, അതുവരെ ബൈ.